ദില്ലിയിൽ നിന്ന് സിബി സി ജോസഫ് കൂടി ചേരുകയാണ്. സിബി, വലിയ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഒന്ന്, ഇത്തരത്തിലുള്ള കീഴ്ക്കോടതി ഉത്തരവുകൾക്ക് സ്റ്റേ. രണ്ട്, ഇത്തരം ഹർജികൾ സ്വീകരിക്കാൻ പാടില്ല. നിലവിൽ ഹർജികൾ സ്വീകരിച്ചതിൽ തുടർ നടപടികൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അയോധ്യ വിധി നമ്മുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതി അന്ന് പറഞ്ഞ ആ വിധി ഇപ്പോഴും വലിയ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ആ വിമർശനങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അയോധ്യ വിധിക്ക് പിന്നാലെ തുടരെ വന്ന ഇത്തരത്തിലുള്ള കീഴ്ക്കോടതികളുടെ ഉത്തരവുകൾ, അത് സംഭലിലായാലും മധുരയിലായാലും ഗ്യാൻവാബിയിലായാലും അജ്മീർ ദർഗയിലായാലും ഈ ഉത്തരവ് ഇനി ബാധകമാണ്. ഇങ്ങനെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, മതനിരപേക്ഷതയുടെ കൂടാരത്തെ തച്ചു തകർക്കാൻ ഒരു സംഘപരിവാർ ശക്തിക്കും അനുവദിക്കില്ല എന്ന ഒരു താക്കീത് കൂടി ഇപ്പോൾ സുപ്രീം കോടതി നൽകുന്നുണ്ടോ നിലവിൽ? സിജു, തീർച്ചയായും ഈ 1991 ആരാധനാ നിയമം അന്ന് പാർലമെന്റ് പാസ്സാക്കുമ്പോൾ ഈ അയോധ്യ രാമക്ഷേത്രത്തെ അന്ന് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഈ നിയമം പാസ്സാക്കിയത്. കാരണം അന്ന് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ കോടതിയിലുള്ളതിനാൽ അന്ന് BJP അംഗങ്ങൾ അന്ന് പാർലമെന്റിൽ ശക്തമായി എതിർക്കുകയും പിന്നീട് ആ ഒരു അയോധ്യ രാമക്ഷേത്രം മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കുമാണ് ഈ ഒരു ആരാധനാ നിയമം അന്ന് പാർലമെന്റിൽ പാസ്സാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നമുക്കറിയാം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാകമാനവും BJPയും സംഘപരിവാർ സംഘടനകളും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പുരാതനമായ, ഇപ്പോൾ ബാബറിന്റെ കാലത്ത് പണിത മുസ്ലിം പള്ളി എല്ലാ നിലയും പുരാതന ക്ഷേത്രമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഹർജിയുമായി കീഴ്ക്കോടതിയിൽ പോവുകയും കീഴ്ക്കോടതിയിൽ നിന്നും അത് ഒരു സർവേ നൽകാൻ വേണ്ടി ഉത്തരവിടുന്നു. ആ സർവേയുടെ ബലത്തിൽ അവിടെ വർഗീയ സംഘർഷം അഴിച്ചുവിടുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഒരു ഉത്തരേന്ത്യൻ ആകമാനവും BJP നടത്തിയിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഒടുവിലത്തെ ഉദാഹരണമാണ് സമ്പൽ അടക്കമുള്ള വിഷയങ്ങൾ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അജ്മീർ ദർഗയുണ്ട്, അതുകൂടാതെ സമ്പലുണ്ട്, ഗ്യാൻബാബിയുണ്ട്, മധുരയുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുടെ സർവേ എല്ലാം നിലയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം തന്നെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തിടെ നടന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ സമ്പലിൽ 5 പേരാണ് അന്ന് ആ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. എന്തായാലും BJP സർക്കാരിൻ്റെ ഒരു വലിയ അജണ്ടയായിരുന്നു ഇത്തരത്തിൽ ഈ കീഴ്ക്കോടതികളെ സമീപിച്ചുകൊണ്ട് ഈ സർവേകൾക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരവ് നേടുക, അത് വെച്ചുകൊണ്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കുക. എന്തായാലും ഈ 1991 ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് 2020 BJP അംഗമായ അല്ലെങ്കിൽ BJP നേതാവ് കൂടിയായ അശ്വിനികുമാർ ഉപാധ്യായാണ് ഒരു ഹർജി നൽകിയത്. അതിന് പിന്നാലെ നിരവധി സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെയും ഹർജി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഈ ഹർജികളിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കീഴ്ക്കോടതികളുടെ ഈ ഒരു വിധി എന്ന് പറയുന്നത് ഇതിനെതിരെ CPIM അടക്കമെല്ലാം നിലയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയിരുന്നു. അതായത് 1991 ആരാധനാലയ നിയമം അത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM അടക്കം ഹർജികളും നൽകിയിരുന്നു, ഒരു കക്ഷി ചേരാൻ വേണ്ടി ഹർജികൾ നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരാധനാലയ നിയമം അനുസരിച്ചെല്ലാം തന്നെയും ഇത് സംരക്ഷിക്കപ്പെടണം. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു മുസ്ലിം പള്ളിയായാലും ഹിന്ദു ആയാലും ഏത് ക്ഷേത്രമായാലും അതിൻ്റെ സ്വഭാവം എന്താണോ അത് ആ ഒരു സ്റ്റാറ്റസ് കോ നിലനിൽക്കണം എന്നുള്ളതാണ് 1991 ആരാധനാലയ നിയമം. ഈ നിയമപ്രകാരം വേണം ഇനി കാര്യങ്ങൾ മുൻപോകാൻ. കീഴ്ക്കോടതികൾ ഒരു സർവേക്കും ഉത്തരവിടാൻ പാടില്ല. ഇനിയൊരു പുതിയ സ്യൂട്ട് ഹർജികൾ സ്വീകരിച്ചാലും അതിലൊരു തുടർ നടപടി പാടില്ല. സുപ്രീം കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടാകുന്നവരെ ഇനി ഒരു സർവേയും ഒരു കീഴ്ക്കോടതി ഉത്തരവിടാനോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഉള്ള സർവേകളെല്ലാം നിർത്തിവെക്കാനുള്ള ഒരു നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അത് BJPക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒരു സുപ്രധാനമായ വിധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സഞ്ജയ് കുമാറും KV വിശ്വനാഥും എന്ന 3-അംഗ ബെഞ്ചാണ് ഈ ഒരു നിർണായകമായൊരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവിൽ ഒരു അന്തിമമായ ഒരു വിധി വരുന്നത് വരെ ഒരു സ്ഥലത്തും സർവേ പാടില്ല. നിലവിൽ സർവേ പ്രഖ്യാപിച്ചിട്ടുള്ള സമ്പലിനും ഗ്യാൻബാബിക്കും മധുരയ്ക്കും എല്ലാം ഇത് ബാധകമാണെന്നും സുപ്രീം കോടതി വ്യക്തമാകുന്നു. അതുപ്രകാരം ഇനിയൊരു സൂട്ട് ഹർജി വന്നാലും ആ ഹർജിയുമായി പോകാനുള്ള അവകാശം അയാൾക്കുണ്ട്. പക്ഷേ ആ ഹർജിയിൽ തുടർ നടപടി ഒരു കീഴ്ക്കോടതിയും എടുക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. സിബി, ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ എത്രത്തോളം പ്രസക്തമാകുന്നു എന്നത് പരിശോധിച്ചാൽ 1991 ആരാധനാലയ നിയമം, അതിവിടെ ആ നിയമം രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന നിയമമാണ്. അതിൽ അയോധ്യയെ മാത്രം ഒഴിവാക്കുകയും ബാക്കി എല്ലായിടത്തും ഈ നിയമം ബാധകമാകുകയും ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1947 രാജ്യം
രൂപീകരിക്കപ്പെടുമ്പോൾ എങ്ങനെയാണോ ആരാധനാലയങ്ങളുടെ സ്ഥിതി അത് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. അതിനെ ലംഘിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു രാജ്യത്തിൻ്റെ നിയമത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാർ BJP നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് അജ്മീർ ദർഗയ്ക്ക് നേരെ സമ്പല്ലുണ്ടായ വലിയ സംഘർഷം. ഒരു ഭരണകൂടം തന്നെ ഇത്തരത്തിൽ ഈ മറ്റൊരു മതത്തിന് മേൽ കടന്നുകയറ്റം നടത്തുക, വർഗീയ വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുക, വർഗീയത മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു രാജ്യം ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ കോടതി അല്ലാതെ മറ്റൊരാൾക്കും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയമാണ്. അവിടെയാണ് ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ പ്രസക്തമാകുന്നത് സിബി, അല്ലേ? തീർച്ചയായും സിജു, ഇത് BJPക്ക് വലിയ തിരിച്ചടി എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യയിലാകമാനം ഏകദേശം 11-ലധികം സൂട്ട് ഹർജികൾ, അതായത് വിവിധ മുസ്ലിം പള്ളികൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പുരാതന ക്ഷേത്രങ്ങളായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ഈ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ആകമാനം നോക്കിയാൽ 11-ലധികം സൂട്ട് ഹർജികളാണ് ഇപ്പോൾ നിലവിൽ വിവിധ കോടതികളുള്ളത്. സ്വാഭാവികമായും അതിനെല്ലാം ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ വിധി വരുമ്പോൾ, ഈ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത്. എന്തായാലും ഈ 1991 ഈ ആരാധനാലയ നിയമമായിരുന്നു BJPക്ക് ഒരു വെല്ലുവിളിയായി നിന്നിരുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി, നിയമപരമായി മറികടക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ സമീപിച്ചത്. എന്തായാലും ആ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഈ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള BJPയുടെ അജണ്ടയ്ക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു അവകാശപ്പെട്ടുകൊണ്ട് ചെല്ലുകയും അവിടെ ഒരു കീഴ്ക്കോടതിയിൽ നിന്നും ഒരു സർവേക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരവ് വാങ്ങിച്ചെടുക്കുകയും പിന്നെ ആ ഉത്തരവിൻ്റെ മറവിൽ പിന്നീട് വലിയൊരു സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഇത്തരത്തിൽ BJPയും RSS നടത്തുന്നത്. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ ഈ 11ഓളം ഹർജികളിൽ കൂടി BJP ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതിനെല്ലാം ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വഴി ഉണ്ടായിരിക്കുന്നത്. സിജു, സിബി, ഇതിനകത്ത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാധനാലയ നിയമം ഈ രാജ്യത്ത് നിലവിലുണ്ട്. ഇത് ഇവിടുത്തെ കീഴ്ക്കോടതികൾക്ക് അടക്കം അറിയുകയും ചെയ്യാം. എന്നിട്ടും ഇത്തരം ഹർജികളുമായി വരുമ്പോൾ ആ ഹർജികൾ പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേക്ക് ഉത്തരവിടുകയും ചെയ്യുന്ന കീഴ്ക്കോടതികളുടെ നിലപാട് കൂടി. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഇങ്ങനെ ശക്തമായ ഇടപെടൽ, ഇനി മേലാൽ ഹർജികൾ എടുക്കരുത്, തുടർ നടപടികൾ പാടില്ല എന്ന് പറയേണ്ടി വരികയും ചെയ്തു. ഇതിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, നീതിന്യായ വ്യവസ്ഥയെ പോലും ഈ ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം ഈ ജഡ്ജിമാർ, ന്യായാധിപന്മാരുടെ കാഴ്ചപ്പാടുകൾ. കഴിഞ്ഞ ദിവസം തന്നെ SK യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതല്ലേ, VHPയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട് വേണം രാജ്യത്തെ മറ്റ് ജനങ്ങൾ ജീവിക്കാനെന്ന് പറയുന്ന തരത്തിലേക്ക് ന്യായാധിപന്മാർ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ നീതിന്യായ സ്ഥാപനങ്ങൾ വരെ ഉണ്ടാകുന്നു. അവിടെയാണ് ഈ ഇടപെടൽ, അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൂടി കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൂടി ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട് കീഴ്ക്കോടതികളെ സുപ്രീം കോടതി. തീർച്ചയായും സിജു, കാരണം നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിലയും ഇപ്പോൾ വിരമിച്ച DY ചന്ദ്രചൂഡ്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ് നടത്തിയ ഒരു വലിയ വിവാദ പ്രസ്താവനയുണ്ട്. പ്രത്യേകിച്ച് ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ വിധി പറയുന്നതിൽ തനിക്ക് ആ സമയത്ത് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും അത് തന്നെ നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തെ സംശയത്തിൽ നേരിൽ നിർത്തുന്ന ഒരു സംഭവമാണ്. കാരണം എപ്പോഴും ജുഡീഷ്യറിക്ക് മുന്നിൽ എപ്പോഴും തെളിവുകളാണ് ഏറ്റവും ആധാരം എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം താൻ എങ്ങനെയാണ് ആ വിധി പറയേണ്ടതെന്ന സമയത്ത് തനിക്ക് സംശയമുണ്ടായപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷമാണ് ആ വിധി പറഞ്ഞതെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അത് ജുഡീഷ്യറിയിൽ വലിയ രീതിയിൽ സംശയത്തിന് മുൾമുനയിൽ നിർത്തുന്ന ഒന്നായി മാറി. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായി ഇപ്പോൾ ഹൈദരാബാദിലെ അഹമ്മദാബാദിലെ ഹൈക്കോടതി ഇപ്പോഴത്തെ സിറ്റിംഗ് ജഡ്ജിയായ SK യാദവിൻ്റെ പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണം. മാത്രമല്ല രാംലല്ല, അത് അയോധ്യ രാമക്ഷേത്രത്തിൽ അത് വിഗ്രഹം, അത് അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല സ്ഥാപിക്കേണ്ടത് നമ്മുടെ പൂർവികരുടെ ആഗ്രഹമായിരുന്നു. ഇന്ന് ഞങ്ങൾ അത് സാധിച്ചു എന്നുകൂടി അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ തീർത്തും വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെല്ലാം തന്നെയും വളരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ജുഡീഷ്യറിയിൽ പോലും ഈ ഒരു ഭരണകൂടത്തിന്റെ കൈകടത്തലുണ്ട് എന്ന് വ്യക്തമാകുന്ന കാര്യം.